കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പ്രശംസിച്ചെഴുതിയ ലേഖനം വിവാദമായതോടെ നിലപാട് മയപ്പെടുത്തി ശശി തരൂർ എം പി. താൻ പറഞ്ഞത് സ്റ്റാർട്ടപ്പുകളെ കുറിച്ചാണ്. വ്യാവസായിക വികസനങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ശശി തരൂർ പറഞ്ഞു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇന്നലെ ഈ ഒരു വിവാദം കനത്ത സാഹചര്യത്തിലും തൻ്റെ നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ലായിരുന്നു ശശി തരൂരിന്. പിന്നീട് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അല്പം ഒന്ന് മയപ്പെട്ടത്. തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. AICC നേതൃത്വവും ഒപ്പം സംസ്ഥാനത്ത് KPCC നേതൃത്വവും ഒരുപോലെ തന്നെ ശശി തരൂരിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച രംഗത്തെത്തിയതോടുകൂടി തന്നെ കഴിഞ്ഞ ദിവസം തൻ്റെ നിലപാട് പിന്നോക്കം വന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് വ്യാവസായിക രംഗത്ത് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ വലിയ തരത്തിലെ പുരോഗതി ഇടത് സർക്കാരിന്റെ സമയത്ത് ഉണ്ടായിരിക്കുന്ന തരത്തിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ ലേഖനമെങ്കിൽ ഇന്നതിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. വ്യാവസായിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകളുടെ വികസനം എന്ന തരത്തിലേക്ക് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, അതിനൊപ്പം കൂട്ടിച്ചേർത്ത് അദ്ദേഹം പറയുന്നത് വ്യാവസായ മേഖലയിൽ സ്റ്റാർട്ടപ്പ് മിഷനും ഒപ്പം സ്റ്റാർട്ടപ്പുകൾക്കും നേതൃത്വം നൽകിയ തുടക്കം കുറിച്ചതും ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. ആ സ്റ്റാർട്ടപ്പുകൾക്ക് ഇപ്പോഴേക്കും ഇടത് സർക്കാരിന്റെ സമയത്തെത്തിയപ്പോഴേക്കും അല്പം ഒന്ന് വേഗത കൂടിയ തരത്തിലേക്കാണ് അദ്ദേഹം ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു വെച്ചത്. മാത്രവുമല്ല, സംസ്ഥാനം ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും വല്ലാത്ത തരത്തിലുള്ള വിഷമഘട്ടത്തിലൂടെയും കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണെന്നും അതിനിടയിൽ ഈ സ്റ്റാർട്ടപ്പുകളുടെ നയിച്ചുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്കുണ്ടാകുന്ന വികസനം വ്യാവസായികപരമായ വലിയ നേട്ടത്തിന് വഴിവെക്കും എന്ന തരത്തിലേക്ക് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒപ്പം അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. താൻ എഴുതിയ ലേഖനത്തെക്കുറിച്ച് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തി വന്നത് തന്നെ അതിശയിപ്പിക്കുന്നു. താൻ ഒരിക്കൽ പോലും തൻ്റെതായ ഒരു നിലപാടല്ല ആ ലേഖനത്തിലൂടെ വ്യക്തമാക്കിയത്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം 2024 റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിൽ ഒരു ലേഖനം തയ്യാറാക്കിയതെന്നാണ് ശശി തരൂർ ഇപ്പോൾ രണ്ടാമത് പുറത്തിറക്കിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള വിമർശനം തന്നെയാണ് ഇപ്പോൾ ശശി തരൂരിന് എതിരെ AICC നേതൃത്വം, പ്രത്യേകിച്ചും AICCയുടെ സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെയും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ശശി തരൂരിൻ്റെ ലേഖനത്തിനെതിരെ പല മേഖലകളിൽ നിന്നും, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ലീഗിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വന്നത്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് ഒരു 10-15 മിനിറ്റ് മുമ്പ് വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടി മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സമീപത്തുണ്ട്. അദ്ദേഹം പുറത്തു വന്നാൽ വീണ്ടും ഈ കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ശശി തരൂർ MPക്കെതിരെ ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ KPCC അധ്യക്ഷൻ K സുധാകരൻ, ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവ്, അതിനെല്ലാം അപ്പുറത്ത് ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ തരൂരിൻ്റെ ലേഖനത്തെയും നിലപാടിനെയും തള്ളിപ്പറഞ്ഞ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് താൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, അതിനപ്പുറത്ത് നിന്നുകൊണ്ട് മറ്റൊരു കാര്യത്തെയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സഹായിക്കുന്ന തരത്തിൽ താൻ നിലപാടെടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലും തൊട്ടു പിന്നാലെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും എല്ലാം തന്നെ പറഞ്ഞിരുന്നതിൽ നിന്നും അല്പം കൂടി പിന്നോട്ട് പോയി തൻ്റെ ലേഖനത്തിലെ നിലപാടുകൾ മയപ്പെടുത്തിയിരിക്കുന്ന തരത്തിൽ തന്നെ എത്തിയിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം സംസ്ഥാന രാഷ്ട്രീയം അത്രയധികം വലിയ തരത്തിൽ ചൂടുപിടിച്ച ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. കാരണം CPMൻ്റെ എല്ലാ നേതാക്കളും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, CPM സംസ്ഥാന സെക്രട്ടറി, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ശശി തരൂർ MPയുടെ നിലപാടിനെ വളരെയധികം ശ്ലാഘിച്ചുകൊണ്ട് അവർ ലേഖനങ്ങൾ എഴുതുകയും ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവർ മറുപടി പറയുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇനി വരാൻ പോകുന്നത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയപരമായ ആക്രമണം തനിക്ക് നേരെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശശി തരൂർ തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അയവ് വരുത്തിയിരിക്കുന്ന നമുക്ക് പറയാൻ കഴിയും. എന്തായാലും കഴിഞ്ഞ സമയങ്ങളിൽ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ UDF കൺവീനർ ഉൾപ്പെടെയുള്ളവർ തരൂരിൻ്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം ലീഗ്
ആകട്ടെ അവരുടെ രാഷ്ട്രീയപരമായ ഒരു നിലപാട് വ്യക്തമാക്കിയില്ല. എങ്കിൽ പോലും ലീഗിന്റെ മുതിർന്ന നേതാവായ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് സംസ്ഥാനത്ത് വ്യാവസായിക രംഗത്ത് വലിയ മാറ്റം വരുത്താൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച രണ്ട് മുഖ്യമന്ത്രിമാരാണ് ഉമ്മൻചാണ്ടിയും AK ആന്റണിയും. ആ കാലത്താണ് കിൻഫ്രോ പോലുള്ള പദ്ധതികൾ, ഒപ്പം സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുടെ തുടക്കം, അവയുടെ വികസനത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇതെല്ലാം തന്നെ തുടങ്ങിവെച്ചത് ആ കാലഘട്ടത്തിലായിരുന്നു. ആ കാലഘട്ടത്തെ വിസ്മരിച്ചുകൊണ്ട് മറ്റൊരു LDF നേട്ടമായി ഒരിക്കൽ പോലും ഇതിനെ കാണാൻ കഴിയില്ല എന്ന തരത്തിൽ മുൻ വ്യവസായ മന്ത്രിയും ഈ ലീഗിന്റെ സമുന്നതനായ നേതാവുമായ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ശശി തരൂർ തൻ്റെ നിലപാട്, അല്ലെങ്കിൽ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന നിലപാടിൽ ഏകദേശം അല്പമൊന്ന് പിന്നോട്ട് പോയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാളിദാസൻ. ബിനോയ്, എന്തായാലും ഇന്നലെ ശശി തരൂർ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, അതും കൂടി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും സർക്കാർ നല്ലത് ചെയ്താൽ അതിനെ പിന്തുണയ്ക്കണം. അത് ഇപ്പോൾ ഭരണപക്ഷത്തുള്ളവർ പ്രതിപക്ഷത്തെത്തിയാലും അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണം. ഇത് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ് ശശി തരൂർ ഇന്നലെ പറഞ്ഞത്. എന്നിട്ടും അതിനുശേഷം ശശി തരൂർ നേരിട്ട വിമർശനങ്ങളും ശശി തരൂരിനെതിരെ ഉയർന്ന ആരോപണങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം നിലപാട് മയപ്പെടുത്തുന്നു. എന്തായാലും എല്ലാ രാഷ്ട്രീയ സംഘടനകളും രാഷ്ട്രീയ പ്രവർത്തകരും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണം എന്നുള്ളൊരു സന്ദേശം കൂടി ശശി തരൂർ ഇന്നലെ പറഞ്ഞു വെച്ചിരുന്നു. ഇപ്പോൾ ഈ നേരിട്ട വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ, ശശി തരൂരിന് നേരിട്ട വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ കാണുമ്പോൾ ഇനി മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകനോ മറ്റൊരു രാഷ്ട്രീയ സംഘടനയോ ഇത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് എത്താൻ കുറച്ചൊന്ന് പേടിക്കുമല്ലേ? ഇല്ല, തീർച്ചയായും നേരത്തെയും ശശി തരൂർ തൻ്റെ പല സമയങ്ങളിലും ചില വ്യക്തിപരമായ നിലപാടുകൾ കൈക്കൊണ്ടിരുന്നു. അതെല്ലാം തന്നെ വലിയ തരത്തിൽ വിമർശന വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് തരൂറിൻ്റെ ആ ലേഖനത്തിൽ വ്യക്തമായി പറയുന്ന, അതായത് ട്രംപ് നരേന്ദ്രമോദി കൂടിക്കാഴ്ച, അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, ഒപ്പം ഈ വലിയ തരത്തിൽ ഒരു പുകഴ്ത്തലായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തരൂർ നടത്തിയത് എന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഈ ലേഖനത്തെ അല്ലെങ്കിൽ അവർ കണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ആ ഒരു രീതിയിലുള്ള അതിനെതിരെയുള്ള ശക്തമായ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഭാഗത്തു നിന്നായി ഉണ്ടായത്. പ്രത്യേകിച്ചും AICCയുടെ സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ അതിനെ പരസ്യമായി തള്ളിപ്പറയാൻ രംഗത്തെത്തി എന്നുള്ളതാണ് ശശി തരൂരിനെ വല്ലാതെ പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയും. KPCC അധ്യക്ഷൻ, ഒപ്പം സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ്, ഒപ്പം മുൻ KPCC അധ്യക്ഷനായ K മുരളീധരൻ, ഇങ്ങനെ തുടങ്ങുന്ന നേതാക്കന്മാരുടെ വലിയൊരു പട്ടിക തന്നെ ശശി തരൂരിനെതിരെ വലിയ തരത്തിൽ പ്രതിഷേധമെന്ന നിലയിൽ തന്നെ പ്രതികരിച്ചു എന്നുള്ളതാണ് മറ്റൊരു ഈ മയപ്പെടുത്തലിൻ്റെ പിന്നിലെ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ CPMന് കിട്ടിയിരുന്ന ഒരു ആനുകൂല്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ശശി തരൂർ അല്ലെങ്കിൽ ശശി തരൂരിൻ്റെതായി പുറത്തു വന്ന ലേഖനം. ആ ലേഖനത്തിനെ അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ട്, ആ ലേഖനത്തെ പ്രശംസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തിയിരുന്നു. ഒപ്പം CPIM സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്നിരുന്നു. CPIMൻ്റെ മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ ഒരു വലിയ പിന്തുണ ആ ലേഖനത്തിന് ശശി തരൂരിനും ലഭിച്ചിരുന്നെങ്കിൽ പോലും ഇത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. കാരണം കോൺഗ്രസ് CPM അല്ലെങ്കിൽ LDF സർക്കാരിൻ്റെ ഇപ്പോൾ നടത്തി വരുന്ന പ്രവർത്തനങ്ങളെ നഖശികാന്തം വിമർശിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തുമൊക്കെ തന്നെ വലിയ തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നു. കാരണം സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാരിൻ്റെ വഴിവിട്ടുള്ള ചിലവുകളാണ് തരത്തിലൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾ നിയമസഭയ്ക്കകത്ത് ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ശശി തരൂരിനെ പോലുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ ഒരു മുതിർന്ന MP ഇത്തരത്തിൽ ഒരു കോൺഗ്രസിനെ വെട്ടിലാക്കുകയും CPMനെ സഹായിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഒരു ലേഖനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ലേഖനം പുറത്തു വരാനിടയായ സാഹചര്യം കൃത്യമായി അത് ഉപയോഗപ്പെടുത്താൻ CPM തയ്യാറെടുക്കുമ്പോൾ അതിനെ അടിമുടി എതിർക്കേണ്ടത് കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ അല്പം പോലും ചിന്തിക്കാതെയും അല്പം പോലും സമയം പാഴിക്കളയാതെയും വളരെ വേഗത്തിൽ തന്നെ പ്രതികരിച്ച് രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ തരൂർ തൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലേഖനത്തിലുണ്ടായ നിലപാടുകളിൽ ഒന്നൊന്ന് മയപ്പെടുത്തിക്കൊണ്ട് അല്പം ഒന്ന് താഴേക്ക് മാറി കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങി വെച്ച സ്റ്റാർട്ടപ്പ് മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ ലേഖനത്തിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു വന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കും എന്നുള്ളത് ഉറപ്പാണ്. കാളിദാസ്. അത് തന്നെയാണ്. കാരണം സർക്കാരിനെതിരെ, കേരള സർക്കാരിനെതിരെ നിലവിലെ സംസ്ഥാന
സർക്കാരിനെതിരെ വലിയ രീതിയിൽ പ്രതിപക്ഷം ആഞ്ഞടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും അല്ലെങ്കിൽ ബജറ്റിന് ശേഷവും വീണ്ടും നിയമസഭ പ്രക്ഷുബ്ധമാവുന്ന, നിയമസഭയിൽ തർക്കം രൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഈ ഒരു ലേഖനം പുറത്തു വന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്നും, സംഭവ വികാസങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.